ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി വാദിച്ച് കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു. ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നാലെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഓസ്ട്രേലിയയും പ്രഖ്യാപിച്ചിരിക്കുന്നു. സെപ്റ്റംബറിൽ നടക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കാനും ഗാസയിലെ ജനങ്ങളുടെ പട്ടിണിയും ദുരിതവും അകറ്റാനും ദ്വിരാഷ്ട്ര പരിഹാരമാണ് ഉത്തമമെന്നും ആന്റണി ആൽബനീസ് പറഞ്ഞു. ഗാസയിലെ ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കണമെന്നും ഫലസ്തീനെ അംഗീകരിക്കണമെന്നും ഓസ്ട്രേലിയൻ മന്ത്രിസഭാ അംഗങ്ങളും മറ്റു ഉന്നതരും ആവശ്യപ്പെട്ടിരുന്നു. 193 UN അംഗരാഷ്ട്രങ്ങളിൽ 180 രാജ്യങ്ങൾ ഇതിനകം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ട്. US-ഉം ഭൂരിഭാഗം പാശ്ചാത്യ രാജ്യങ്ങളുമാണ് ഫലസ്തീനെ അംഗീകരിക്കാത്തത്. അടുത്തിടെ ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ സെപ്റ്റംബറിൽ അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. വിവിധ നഗരങ്ങളിൽ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങളും അരങ്ങേറുന്നുണ്ട്. അതിനിടെ ഓസ്ട്രേലിയയുടെ തീരുമാനത്തെ വിമർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്ത് വന്നു. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന മനുഷ്യക്കുരുതിയിൽ ലോകം മുഴുവൻ പ്രതിഷേധം പുകയുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ പ്രഖ്യാപിച്ച ഗാസ ഏറ്റെടുക്കൽ പ്ലാൻ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നു. ജർമ്മനി ഇസ്രായേലുമായുള്ള ആയുധ ഇടപാടുകൾ നിർത്തിവെച്ചു. ഗാസയിൽ വംശഹത്യ നടത്താൻ ഇസ്രായേലിന് ആയുധം നൽകില്ലെന്ന നിലപാടിലാണ് ജർമ്മനി. ഇസ്രായേലിനെതിരെ നടപടിയുമായി നോർവേയും മുന്നോട്ട് പോകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നോർവേയുടെ സോവറിൻ വെൽത്ത് ഫണ്ട് 11 ഇസ്രായേൽ കമ്പനികളിലെ തങ്ങളുടെ ഓഹരികൾ വിൽക്കുന്നതായി പ്രഖ്യാപിച്ചു. ഗാസയിലെ വഷളാകുന്ന മാനുഷിക പ്രതിസന്ധിയും മേഖലയിലെ വ്യാപകമായ സംഘർഷവും ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനം. അസാധാരണ സാഹചര്യങ്ങൾക്കുള്ള പ്രതികരണമായാണ് ഈ തീരുമാനം എടുത്തതെന്ന് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന നോർജസ് ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് മേധാവി നിക്കോളാസ് ടാൻഗൻ AFP-യോട് പറഞ്ഞു. അതിനിടെ പലസ്തീന്റെ പദ്ധതിക്കെതിരെ നിരവധി രാജ്യങ്ങൾ രംഗത്ത് വന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തുർക്കി പ്രതികരണം നടത്തി. വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാനാണ് നെതന്യാഹുവിനെതിരെ ശക്തമായി പ്രതികരിച്ചത്. ഇസ്രായേൽ പലസ്തീനികളെ പട്ടിണിയിലാക്കി അവരെ അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു. ടെലവിവിന്റെ പുതിയ ഗാസ അധിനിവേശ പദ്ധതിയെ തള്ളിക്കളയുന്നതായി ഹഗാൻ ഫിദാൻ പറഞ്ഞു. UAE-യും ഖത്തറും നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ശക്തമായ പ്രതികരണമാണ് നെതന്യാഹുവിന്റെ നീക്കത്തിനെതിരെ UAE നടത്തിയത്. വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന നീക്കമെന്നാണ് അബുദാബി ഇതിനെ വിശേഷിപ്പിച്ചത്. UN-ന്റെ ഇടപെടലും അബുദാബി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപകടകരമായ സ്ഥിതിവിശേഷമെന്നാണ് ഖത്തർ പറഞ്ഞത്. നെതന്യാഹുവിന്റെ പുതിയ നീക്കം ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങളെ തകിടം മറിക്കുമെന്നും ഖത്തർ വ്യക്തമാക്കി. ഗാസയിലെ മനുഷ്യരുടെ ദുരിതം വഷളാക്കുന്ന തീരുമാനമാണിതെന്നും ഖത്തർ കുറ്റപ്പെടുത്തി. ഗസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിന്റെ പദ്ധതി നിയമവിരുദ്ധവും രാഷ്ട്രീയമായി അപകടകരവുമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഗസയിൽ സംഭവിക്കുന്നത് പ്രതിസന്ധിയല്ലെന്നും വംശഹത്യയാണെന്നും ഇറാൻ വിമർശിക്കുന്നു. ഗാസ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുന്നു. വെടിനിർത്തൽ ചർച്ചകൾ പോലും നടക്കുന്നില്ല. ഹമാസിനെ നശിപ്പിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകളിലൊന്ന് ഹമാസിന്റെ നിരായുധീകരണമാണ്. എന്നാൽ നിരായുധീകരണ നിർദ്ദേശം ഹമാസ് തള്ളിയിട്ടുണ്ട്.